2026 മാർച്ച് 22 കറണ്ട് അഫയേഴ്സ് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. അടുത്തിടെ ശാസ്ത്രജ്ഞർ രൂപ്നാരായൺ നദിയിൽ, ഏത് നദിയാണ്? രൂപ്നാരായൺ നദിയിൽ നിന്ന് കണ്ടെത്തിയ പുതിയ മത്സ്യ ഇനം ഏതാണ്? ഏതാണ് ആ മത്സ്യ ഇനം? ബ്യൂട്ടിസ് ബർഗാഭിമേ. നല്ലൊരു പേരല്ലേ, ബ്യൂട്ടിസ് ബർഗാഭിമേ ആണ് അടുത്തിടെ ശാസ്ത്രജ്ഞർ രൂപ്നാരായൺ നദിയിൽ നിന്ന് കണ്ടെത്തിയ പുതിയ മത്സ്യ ഇനം. മനസ്സിലായോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ബ്യൂട്ടിസ് ബർഗാഭിമേ എന്ന പുതിയ മത്സ്യ ഇനം കണ്ടെത്തിയത് ഏത് സംസ്ഥാനത്തിലാണ്? അറിയാമോ ഏത് സംസ്ഥാനത്തിലാണെന്ന്? പശ്ചിമ ബംഗാൾ. അപ്പോ പശ്ചിമ ബംഗാളിലാണ് ബ്യൂട്ടിസ് ബർഗാഭിമേ എന്ന പുതിയ മത്സ്യ ഇനം കണ്ടെത്തിയത്. എവിടെയാണ്? പശ്ചിമ ബംഗാൾ. അടുത്ത ക്വസ്റ്റ്യൻ. ഈ രൂപ്നാരായൺ നദി ഏത് നദിയുടെ ഉപനദിയാണ്? ഹൂഗ്ലി നദി. അപ്പോൾ ഹൂഗ്ലി നദിയുടെ ഉപനദിയാണ് രൂപ്നാരായൺ നദി. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ. തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്കായി രൂപകൽപ്പന ചെയ്ത ഇ ലേണിംഗ് പ്ലാറ്റ്ഫോം ഏതാണ്? ഏതാണ് ആ ഇ ലേണിംഗ് പ്ലാറ്റ്ഫോം? ഈ വിദ്യ. ഈ വിദ്യയാണ് തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്കായി രൂപകൽപ്പന ചെയ്ത ഇ ലേണിംഗ് പ്ലാറ്റ്ഫോം. ഇനി ഈ വിദ്യ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം എന്താണ്? അപ്പോൾ എല്ലാവർക്കും അറിയായിരിക്കും അല്ലേ, എന്താണ് ഈ വിദ്യയുടെ പ്രധാന ലക്ഷ്യം? ജനാധിപത്യ പ്രക്രിയ കൂടുതൽ കാര്യക്ഷമമാക്കുക. ജനാധിപത്യ പ്രക്രിയ കൂടുതൽ കാര്യക്ഷമമാക്കുക എന്നതാണ് ഈ വിദ്യാ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. അപ്പോൾ അടുത്തൊരു ക്വസ്റ്റ്യൻ. കേരളത്തിന്റെ ചീഫ് ഇലക്ടറൽ ഓഫീസർ ആരാണ്? ആരാണ് നമ്മുടെ കേരളത്തിന്റെ ചീഫ് ഇലക്ടറൽ ഓഫീസർ എന്ന് പറയുന്നത്? രത്തൻ യു ഖേൽക്കർ. ആരാണ്? രത്തൻ യു ഖേൽക്കർ ആണ് കേരളത്തിന്റെ ചീഫ് ഇലക്ടറൽ ഓഫീസർ. അപ്പോൾ അടുത്തൊരു ക്വസ്റ്റ്യൻ. നോയിഡ ഇന്റർനാഷണൽ വിമാനത്താവളം ഏതു സംസ്ഥാനത്തിലാണ്? ഉത്തർപ്രദേശ്. ഉത്തർപ്രദേശിലാണ് നോയിഡ ഇന്റർനാഷണൽ വിമാനത്താവളം ഉള്ളത്. ഇനി വഴുതക്കാട് സർക്കാർ വനിതാ കോളേജിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം കൂണ്. ആ പുതിയ ഇനം കൂണ് ഏതാണ്? കൊളിബിയോപ്സിസ് ബ്രൂണികചേര. ഒരു മിസ്റ്റേക്ക് പറ്റിപ്പോയി പേര് പറഞ്ഞതിൽ. എന്താണ് പുതിയ ഇനം കൂണിന്റെ പേര്? കൊളിബിയോപ്സിസ്. അതത്രയും ഒരു പേരാണ്. കൊളിബിയോപ്സിസ് ബ്രൂണികലേര എന്നാണ് കേട്ടോ. അപ്പോ വഴുതക്കാട് സർക്കാർ വനിതാ കോളേജിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം കൂണിന്റെ പേരെന്താണ്? കൊളിബിയോപ്സിസ് ബ്രൂണികലേര. അങ്ങനെയാണ് പേര്. ഇനി രാജ്യത്ത് വസ്ത്ര കയറ്റുമതിയിൽ ഒന്നാമത്തെ സംസ്ഥാനം, വസ്ത്രത്തിന്റെ കയറ്റുമതിയിൽ ഒന്നാമത്തെ സംസ്ഥാനം ഏതാണ്? തമിഴ്നാടു. തമിഴ്നാടുവാണ് രാജ്യത്ത് വസ്ത്ര കയറ്റുമതിയിൽ ഒന്നാമത്തെ സ്ഥാനം. അപ്പോ അടുത്തൊരു ക്വസ്റ്റ്യൻ. ഇന്ത്യയുടെ ഏറ്റവും വലിയ കയറ്റുമതി പങ്കാളി ആരാണ്? കയറ്റുമതി പങ്കാളി അമേരിക്ക. അമേരിക്കയാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ കയറ്റുമതി പങ്കാളി എന്ന് പറയുന്നത്. അപ്പൊ രണ്ടാമതോ? UAE, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ആണ്. അപ്പൊ മൂന്നാമത് ചൈനയും. ഒന്നാമത്തെ വലിയ കയറ്റുമതി പങ്കാളി ആരാണ്? അമേരിക്ക. രണ്ടാമത്തെ UAE, മൂന്നാമത്തെ ചൈന. ഇനി സൗത്ത് പാസ് വാതകപ്പാടം ഏതാണ്? എവിടെയാണ്? ഇറാൻ. അപ്പോ ഇറാനിലാണ് സൗത്ത് പാർസ് വാതകപ്പാടം. എവിടെയാ? ഇറാൻ. അടുത്തൊരു ക്വസ്റ്റ്യൻ. ഭിന്നശേഷിക്കാർക്ക് സൗജന്യ ബസ് യാത്ര വാഗ്ദാനം ചെയ്യുന്ന ദിവ്യാംഗ് ശക്തി പദ്ധതി, ആ പദ്ധതിയുടെ പേരെന്താണ്? ദിവ്യാംഗ് ശക്തി പദ്ധതി ആരംഭിച്ചത് ഏത് സംസ്ഥാനത്താണ്? ആന്ധ്രാപ്രദേശ്. അപ്പോ ആന്ധ്രാപ്രദേശിലാണ് ഭിന്നശേഷിക്കാർക്ക് സൗജന്യ ബസ് യാത്ര വാഗ്ദാനം, കണ്ടോ, സൗജന്യമായിട്ട് ബസ് യാത്ര വാഗ്ദാനം ചെയ്യുന്ന അത് ഏത് പദ്ധതി പ്രകാരമാണ്? ദിവ്യാംഗ് ശക്തി പദ്ധതി പ്രകാരം ആരംഭിച്ചത്. എവിടെയാ? ഒന്നും കൂടി പറഞ്ഞേ, ഓർമ്മയുണ്ടോ? എവിടെയായിരുന്നു? ആന്ധ്രാപ്രദേശ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കറണ്ട് അഫയേഴ്സ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നമ്മൾ പഠിച്ചതിൽ നിന്നും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം.
ഇത് തന്നെ ചോദിക്കാം. വഴുതക്കാട് സർക്കാർ വനിതാ കോളേജിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം കൂൺ ഏതാണ്? കുറച്ച് വലിയ പേരാണ് അല്ലേ? അത് തീർച്ചയായും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ആ പേരൊന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ നാളെ വീണ്ടും പുതിയ അപ്ഡേറ്റ്സ് ആയിട്ട് കാണാം. കൺസിസ്റ്റൻസിയാണ് ജീവിത വിജയത്തിന്റെ രഹസ്യം. നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നന്ദി.